എല്ലാവർക്കും ജെ ഗാർഡൻ ലീവ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ഒരേ സമയം പച്ചക്കറികൾക്കും വീട്ടിലെ ഇൻഡോർ പ്ലാന്റ്സിനും പൂച്ചെടികൾക്കും എല്ലാം ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹോർമോണായിട്ടും ഒരു വളമായിട്ടും ഒരു ജൈവ കീടനാശിനിയായിട്ടും എല്ലാം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ വീട്ടിൽ ചെടികൾ നടുമ്പോൾ അത് നല്ലപോലെ പൂക്കുന്നില്ല, നമ്മൾ പച്ചക്കറികൾ നടുമ്പോൾ നല്ലപോലെ പൂക്കൾ വന്നിട്ട് പകുതിയും കൊഴിഞ്ഞു പോകുന്നുണ്ട്, കായ്കൾ നല്ലപോലെ പിടിക്കുന്നില്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിനെല്ലാം ഒരു ഇതായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു ഇതാണ്. അപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ഉറപ്പാണ്. നല്ല ചെടികൾ നല്ലപോലെ തഴച്ചു വളരാനും നല്ലപോലെ കായ്കൾ പിടിക്കാനും എല്ലാത്തിനും ഇത് നല്ലതാണ്. അപ്പൊ നമുക്ക് നോക്കാം. തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല നെയ്മത്തിയാണ്. പല പേരുകളിൽ അറിയും, ചാളയെന്നും മത്തിയെന്നും പല പേരുകളിൽ അറിയും. ഇത് ഞാനിപ്പം മത്തി 1 കിലോയാണ് എടുത്തേക്കുന്നത്. അതേ അളവിൽ തന്നെ നല്ല കറുത്ത ശർക്കര 1 കിലോ എടുത്തിട്ടുണ്ട്. ഇത് എങ്ങനെ തയ്യാറാക്കുന്നത് കണ്ടാലോ? ശർക്കരയുടെ അളവ് ഒരു കാരണവശാലും കുറയാൻ പാടില്ല. ശർക്കര കുറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് സ്മെല്ല് വരാനും പുഴുക്കൾ വരാനും ഒക്കെ സാധ്യതയുണ്ട്. തയ്യാറാക്കുന്നതിന് നമുക്കിത് ചെറിയ പീസുകളാക്കി കൊണ്ടുവരാം. അതുപോലെ ശർക്കരയും നല്ലപോലെ പൊടിച്ചു കൊണ്ടുവരാം. മത്തി നമുക്ക് എത്രയും ചെറിയ പീസുകളാക്കാൻ പറ്റുന്നത് വളരെ നല്ലതാണ്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും ഇതിൽ നല്ലപോലെ ലയിച്ച് ചേരാനും സാധിക്കും. മത്തി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ വേസ്റ്റുകൾ ഒന്നും കളയാൻ പാടില്ല. ഇതുപോലെ ശർക്കര നല്ലപോലെ പൊടിയായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മത്തിയും എത്രയും ചെറിയ പീസുകളാകാവോ അത്രയും പെട്ടെന്ന് തന്നെ ഇത് മിക്സ് ആയിട്ട് ലയിച്ച് ചേരാനും ഇടയാകും. മത്തി മേടിക്കുമ്പോൾ നമുക്കതിന്റെ വേസ്റ്റുകൾ കൊണ്ട് നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ ഇത് ഞാൻ ഇവിടെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിരിക്കുന്നത്. മറ്റുള്ള മീനിന്റെ വേസ്റ്റുകൾ കൊണ്ട് നമുക്കിത് തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഏറ്റവും നല്ലത് നമ്മുടെ ഈ നെയ്മത്തിയും കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. ഞാനിത് തയ്യാറാക്കുന്നത് ഈ ഗ്ലാസിന്റെ ബോട്ടിലാണ്. നമുക്കിത് പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിലും തയ്യാറാക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ലപോലെ ടൈറ്റായിട്ട് ഇതിന്റെ അടപ്പ് നല്ല ടൈറ്റായിട്ട് എയർ ടൈറ്റായിട്ട് ഇരിക്കുന്ന ബോട്ടിൽ തന്നെ നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. ഇത് തയ്യാറാക്കുമ്പോൾ ആദ്യം അടിയിൽ ഒരു ലെയറായിട്ട് ശർക്കര പൊടിയാക്കിയത് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ ഒരു ലെയറായിട്ട് നമ്മൾ ആദ്യം ശർക്കര പൊടിയായിട്ടുള്ളത് ഇട്ടു. ഇനി അതിന്റെ മീതെ ഒരു ലെയറായിട്ട് നമുക്ക് ഈ മത്തി ചെറിയ കഷ്ണങ്ങളാക്കിയത് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, മത്തി നമ്മൾ ഈ ശർക്കരയുടെ മുകളിൽ ഒരു ലെയറായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഈ ശർക്കര പൊടിയാക്കിയത് അടുത്ത ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എത്ര ലെയറാന്ന് വെച്ചാൽ അതുപോലെ നമ്മൾ ഓരോ ലെയറായിട്ട് ഒന്നിനു മീതെ ഒന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ടോപ്പിൽ നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നത് ഈ ശർക്കര പൊടി തന്നെ ആയിരിക്കണം. ശർക്കര ഇതിൽ കുറഞ്ഞു പോകാനായിട്ട് ഇടയാകരുത്. കണ്ടില്ലേ, ഏറ്റവും ലാസ്റ്റ് നമ്മൾ ശർക്കരയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. നമ്മളൊരു ബോട്ടിൽ എടുക്കുമ്പോൾ അതിന്റെ 3/4% താഴെ ഇത് നിൽക്കാവൂ. ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് വെക്കാനായിട്ട് ഇടവരല്. ഇതൊരു ആസിഡ് ആണ്. ഇത് ഫുള്ളായിട്ട് ഇത് മൊത്തത്തിൽ അലിഞ്ഞു ചേരുമ്പോൾ ഇത് പുറത്തോട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ ഇത് ടൈറ്റ് ചെയ്ത് അടച്ച് വെക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. വെയിലത്തൊന്നും കൊണ്ട് വെക്കരുത്. നല്ല തണൽ നോക്കി ഇതെടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കണ്ടില്ലേ, നമ്മളിവിടെ ചെയ്തേക്കുന്നത് ഓരോ ലെയറായിട്ട് ആദ്യം ശർക്കര, പിന്നെ മത്തി, ശർക്കര, അങ്ങനെ നമ്മൾ ഓരോ ലെയറായിട്ട് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിലും ഏറ്റവും അടിയിലും നമ്മൾ ശർക്കര തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പലർക്കും സംശയം തോന്നും, ഇത് മീനിന്റെ ഒക്കെ വേസ്റ്റ് അല്ലേ, ഇതിനകത്ത് പുഴുക്കൾ വരുമോ, സ്മെല്ല് വരുമോ എന്നൊക്കെ. ഒരു കാരണവശാലും അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. നമ്മളിത് തയ്യാറാക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ബോട്ടിൽ എടുക്കുക. വെള്ളത്തിന്റെ ഒരു അംശം പോലും ഇതിനകത്ത് പോകരുത്. ഈ പറഞ്ഞേക്കുന്ന അതേ രീതിയിൽ നിങ്ങൾ ചെയ്തു നോക്കുക. ഒരു 40 ദിവസം കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല ലിക്വിഡ് പോലെ, നല്ല കൊഴുത്ത ഒരു ദ്രാവകം പോലെ നമുക്ക് ഈ ഫിഷമിന് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. നല്ലപോലെ മിക്സ് ആവാൻ വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഇത് നല്ലപോലെ ഒന്ന് കുലുക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. കണ്ടില്ലേ, ഇത് ഞാനൊരു 40 ദിവസം മുൻപ് ഇതുപോലെ തയ്യാറാക്കി വെച്ചേക്കുന്നതാണ്. നല്ലപോലെ ഇത് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് അരിച്ച് സൂക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരുപാട് കാലം ഇത് അതുപോലെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ടും ഉപയോഗിക്കാനായിട്ടും സാധിക്കും. ഇത് ഒട്ടും വെള്ള നനവില്ലാത്തൊരു പാത്രം എടുക്കുക. നല്ല കണ്ണിയുള്ള ഒരു അരിപ്പ എടുക്കുക. ഇതിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് അരിച്ച് ഇതെടുക്കാൻ സാധിക്കും. ഇതിന്റെ ബാക്കി കുറച്ച് തൊത്തായിട്ടുള്ളത് നമുക്ക് പച്ചക്കറികളുടെ ചുവട്ടിലൊക്കെ നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാനും സാധിക്കും. ഇത് നമ്മൾ അരിച്ചെടുത്തത് നല്ലപോലെ ഒട്ടും വെള്ളനനവില്ലാത്ത ഒരു ബോട്ടിൽ ഒഴിച്ച് എത്ര നാൾ വേണേലും നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി പോലെ. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്.
പിന്നെ നമ്മൾ അതിന് പുറത്തുനിന്ന് മേടിക്കേണ്ട കാര്യങ്ങളേ ഇല്ല. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കി ഉപയോഗിക്കുക. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മൾ ചെറിയ ബോട്ടിൽ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ അതിന് എത്ര രൂപയാണ്. ഇത് വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറായിട്ട് ഉപയോഗിക്കാനും പറ്റും. ബാക്കി നമുക്ക് സൂക്ഷിച്ച് വെച്ച് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കുക. നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ലഭിക്കുകയും ചെയ്യും. നമുക്ക് എല്ലാ പച്ചക്കറികൾക്കും ചെടികൾക്കും ഇൻഡോർ പ്ലാന്റ്സിനും എല്ലാം നല്ലപോലെ തഴച്ച് വളരാനും എല്ലാത്തിനും വളരെ നല്ലതാണിത്. ഇത് നമ്മൾ എങ്ങനെയാണ് പച്ചക്കറികൾക്കൊക്കെ ഉപയോഗിക്കുന്നതെന്നൊരു വീഡിയോ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായോ? വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ഓൺ ആക്കി ഇടുക. ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ കാണാം.